ഹായ് ഹോൾ, അസ്സാം വലൈക്കും. ഇന്ന് ബറാത്ത് രാവിൻ്റെ ഒരു ഡയലോഗാട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ബറാത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കും, പലഹാരങ്ങളായിട്ടോ അല്ലെങ്കിൽ ചക്കര ചോറൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ എമ്മിൻ്റെ ഫസ്റ്റ് ബറാത്ത് രാവായ കാരണം ഞങ്ങൾ ചക്കര ചോറ് തന്നെ കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ അരി കൊണ്ടാട്ടോ ചക്കര ചോറ് വെക്കുന്നത്, പച്ചരി കൊണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന് ഈ ഒരു അളവിലാണ് അരി എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു പാത്രത്തിന് തന്നെ 2 പാത്രം വെള്ളമാണ് കേട്ടോ കണക്ക്. ബറാത്ത് രാവ് നമ്മളുടെ പാപങ്ങൾ പുറത്തു തരുന്നൊരു രാവും കൂടിയാണല്ലേ. അതുമാത്രമല്ല, നമ്മളിന്ന് മഗ്‌രിബിന് ശേഷം ഖുർആൻ്റെ കൽബ് എന്നറിയപ്പെടുന്ന യാസീൻ സൂറത്ത് ഓതും. ആ യാസീൻ സൂറത്ത് 3 വട്ടം ഓതുമ്പോൾ 3 വട്ടം ഓരോ നിയ്യത്തും കൂടിയാണ്. ഫസ്റ്റത്തെ യാസീൻ ഓതുമ്പോൾ തൻ്റെയും നമ്മുടെ കുടുംബത്തെയും ദീർഘായുസിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭക്ഷണത്തിലും മറ്റു റിസ്കിലും ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് നമ്മൾക്ക് ഈമാനോടുള്ള മരണം ലഭിക്കാൻ വേണ്ടിയിട്ടാവും. അപ്പോൾ എല്ലാവരുടെയും മുറാദ് ആസിലാവുന്നു, അതേപോലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നൊക്കെ ഒരാവും കൂടെ ആകുമ്പോൾ. അത് മാത്രമല്ല, നമ്മളെപ്പോഴും നല്ല മനസ്സിൻ്റെ ഉടമകളാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി തൂമിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഓവർ വെള്ളം ഒഴിക്കാത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുത്തിട്ട് നമ്മളുടെ ചോറ് റെഡി ആയിട്ടിട്ട് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാതെ തന്നെ നമ്മുടെ ശർക്കര പാനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് പാടില്ല. കാരണം നമുക്ക് കിട്ടുന്ന ശർക്കരയിൽ അഴുക്കുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഒന്ന് അരിച്ചിട്ട് ഉപയോഗിക്കുക, ഒന്നും കൂടെ ബെറ്റർ. അങ്ങനെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് എമ്മിന് കൊടുക്കുന്ന റിയാക്ഷൻ നോക്കാം. എന്താ റിയാക്ഷന്? നല്ല കുട്ടികളാണ്. എല്ലാവർക്കും പഴയതാ ഓർമ്മല്ലോ ഞാൻ ചോറെടുക്കുമ്പോ. എല്ലാവരും ഒരു ഉറങ്ങി നീച്ച ഉറക്കപ്പിച്ചിലായ കാരണം വലിയ സുഖം ഉണ്ടായില്ല ചോറുന്നാണ് കേട്ടോ. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ യാസീനും ദുഹാൻ സൂറത്തൊക്കെ ഓതിയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നത് കേട്ടോ. അത് ഓർക്കാൻ വേണ്ടി ഇവോ ഉസ്താദ് പോയോ? ഉസ്താദോടെ അങ്ങനെ എല്ലാവരുടെ ഉറക്കിപ്പിച്ചൊക്കെ മാറിയതിന് ശേഷം എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടാ. മധുരമായ കാരണം എല്ലാവരും പിന്നെ ചോദിച്ച് മേടിക്കൽ തുടങ്ങി. മക്കളൊക്കെ ഇന്ന് നല്ല പൊലിവിലാട്ടോ. ഇന്ന് ബറാത്ത് രാവാന്നും പറഞ്ഞുകൊണ്ട് ഷോളൊക്കെ ഇട്ടിട്ട് ഉസ്താദ് തുറക്കാൻ വരുമ്പോൾ ഉസ്താദിൻ്റെ കൂടെ അവിടെ ഇരുന്ന് ദുആ ചെയ്യാട്ടോ. അപ്പോൾ ഒരു ഉസ്താദും കൂടെ വന്നിരുന്ന് ദുആക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് കേട്ടോ. അങ്ങനെ ഇത് ബറാത്ത് രാവാണ് എന്ന് പറയുന്നത്. പക്ഷേ ശരിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.